നമസ്കാരം. ഇന്ന് പറയുന്നത് പല ഷേപ്പുകളിലുള്ള വസ്തുക്കളിൽ വീടുകൾ വയ്ക്കാൻ പാടില്ല എന്നാണ്. പല വ്യക്തികളും വീടുകൾ വയ്ക്കാൻ സ്ഥലം കണ്ടെത്തുമ്പോൾ അത് ചിലത് ഷേപ്പുകൾ വികൃതമായ വസ്തുക്കളായിരിക്കും. അതായത് കോണാകൃതിയിലോ പല ഭുജങ്ങളായിട്ടുള്ള വസ്തുക്കളോ ആയിരിക്കും. അങ്ങനെയുള്ള വസ്തുക്കളിൽ നേരിട്ട് വീടുകൾ വയ്ക്കരുത്. എന്നാൽ ഭുജങ്ങളായുള്ള വസ്തുക്കളിൽ വീടുകൾ വയ്ക്കുന്നത് മറ്റൊരു രീതിയിൽ കൊണ്ടുവരേണ്ടതാണ്. അതായത് ദിക്ക് നിർണയം ചെയ്യുക. ദിക്ക് നിർണയം ചെയ്ത് ചതുരീകരിച്ച് വേണം വീടുകൾ വയ്ക്കേണ്ടത്. ചിലർ റോഡുകൾ നോക്കി ആ റോഡിൻ്റെ ഏറ്റനുസരിച്ച് വീടുകൾ വയ്ക്കാറുണ്ട്. അങ്ങനെ റോഡിൻ്റെ ഏറ്റനുസരിച്ച് വീടുകൾ വയ്ക്കുമ്പോൾ അത് ചിലത് ശരിയാകും, മറ്റ് ചിലത് ശരിയാവുകയില്ല. എന്തെന്നാൽ ചിലത് ദിക്ക് നിർണയത്തോട് ചേർന്നുള്ള റോഡുകളാവാം, മറ്റ് ചിലത് ദിക്ക് നിർണയത്തിനൊത്ത റോഡുകളല്ല. അപ്പോൾ നമ്മൾ വീടുകൾ വയ്ക്കുമ്പോൾ കൃത്യമായും കോമ്പസ് കൊണ്ട് ദിക്ക് നിർണയം ചെയ്യേണ്ടതാണ്. പല ഭുജങ്ങളായിരിക്കുന്ന വികൃതമായ വസ്തുക്കളിൽ ശരിയായ രീതിയിൽ വീടുകൾ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പല ഷേപ്പുകളിലുള്ള വസ്തുക്കളിൽ വീടുകൾ പണിയാൻ പാടില്ല. അങ്ങനെ വീടുകൾ പണിയുമ്പോൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പലതരം ഷേപ്പിലുള്ള വസ്തുക്കളാണ്. അങ്ങനെയുള്ള വസ്തുവിനെ ദിക്ക് നിർണയം ചെയ്ത് ചതുരീകരിച്ചെടുക്കേണ്ടതാണ്. വടക്ക് നോക്കി അല്ലെങ്കിൽ കോമ്പസ് ഇതുപയോഗിച്ച് ദിക്ക് നിർണയം ചെയ്യുക. ഉദാഹരണം, ഒരു ഷേപ്പിലുള്ള വസ്തുവാണ് ഇത്. ഇതിനെ ചതുരീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വസ്തുവിൻ്റെ നടുക്കായി കോമ്പസ് വെച്ചിരിക്കുന്നു. കോമ്പസിൻ്റെ ശരിയായ ദിക്കുകളാണ് നോർത്ത് സൗത്ത് രേഖയും അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് രേഖയും. ഈ രേഖയ്ക്ക് അഭിമുഖമായി വേണം, അല്ലെങ്കിൽ ആ രേഖയുടെ ഏറ്റനുസരിച്ച് വേണം വസ്തുവിൻ്റെ 4 വശങ്ങൾ കണ്ടുപിടിക്കാൻ. ആ രേഖയുടെ 4 വശവും കണ്ടുപിടിച്ച വസ്തുവാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാസ്തുമണ്ഡലം തിരിഞ്ഞ വസ്തു. അതിന് പുറത്തുള്ള വസ്തുവിനെ ദിക്കനുസരിച്ച് മാറ്റം ചെയ്യാവുന്നതാണ്. ആ പുറത്തുള്ള വസ്തുക്കൾ ദിക്കനുസരിച്ച് പോർച്ചുകൾ, പുറത്തുള്ള ബാത്റൂമുകൾ, സെപ്റ്റി ടാങ്കുകൾ, പൂന്തോട്ടങ്ങൾ, കൃഷികൾ മുതലായവ ആ വാസ്തുമണ്ഡലത്തിന് പുറത്തായി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വാസ്തുമണ്ഡലം തിരിച്ച് അതിൻ്റെ ഉള്ളിൽ വേണം സ്ഥാനനിർണയം നോക്കി വീടുകൾ പണിയാൻ. ദിക്ക് നിർണയം ചെയ്യുമ്പോൾ വേണമെങ്കിൽ 15 ഡിഗ്രി ചരിവ് വരെ വസ്തുവിന് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതലായാൽ അത് കോൺ വസ്തുവിലേക്ക് പോകുകയാണ്. ഇങ്ങനെ കോൺ വസ്തുവിലേക്ക് പോകാൻ പാടില്ല. കോൺ വസ്തു ആയാൽ അത് അശുഭ ലക്ഷണമായി മാറുന്നതാണ്. അതുകൊണ്ട് 15 ഡിഗ്രി വരെ വസ്തുവിന് ചരിവ് കൊടുക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.